സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ് ഇങ്ങനൊരു മദ്രസ സംവിധാനം തുടങ്ങുന്നതിനെ കുറിച്ച് ആദ്യമായി കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉസ്താദുമാരുമായി കൊണ്ട് ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു മദ്രസ സംവിധാനം നമ്മുടെ കേരളത്തിൽ വരുന്നത്. കേരളത്തിൽ വ്യവസ്ഥാപിതമായ രീതിയിൽ മദ്രസ തുടങ്ങിയത് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഇന്ന് പലരും പറയാറുണ്ട്, ഞങ്ങളാണ് ആദ്യമായി മദ്രസ തുടങ്ങിയതൊക്കെ. എന്നാൽ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും, കേരളത്തിൽ വ്യവസ്ഥാപിതമായി കൊണ്ട് മദ്രസ സംവിധാനം തുടങ്ങിയത് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. സമസ്ത തുടങ്ങി വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ കേരള നദ്വത്തുൽ മുജാഹിദീൻ മദ്രസ പ്രസ്ഥാനം തുടങ്ങിയിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വ്യവസ്ഥാപിതമായി തുടങ്ങുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സമസ്തയുടെ ആഡിമ്യങ്ങൾ, പൂർവ്വകാലത്തോട് നമ്മുടെ നേതാക്കന്മാർ 1915 മദ്രസ തുടങ്ങിയതായി ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പിന്നീട് വ്യവസ്ഥാപിതമായ രീതിയിൽ ഇന്ന് നമ്മളൊക്കെ കാണുന്ന രീതിയിൽ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിന്നീട് മദ്രസ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർക്ക് മദ്രസ ആരംഭിക്കുന്നത്. എന്തിനാണ് ഈ മദ്രസ തുടങ്ങുന്നത്? അത് നമ്മുടെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ, നിങ്ങളുടെ സന്താനങ്ങളുടെ ശരീരം നരകത്തിൽ കടക്കുന്നതിന് തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഖുർആൻ പറയുകയാണ്. ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, എങ്ങനെയാണ് നരകത്തെ തൊട്ട് നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ സന്താനങ്ങളുടെ ശരീരത്തെ ആ നരകത്തെ തൊട്ട് സംരക്ഷിക്കുക എന്നുള്ളത് എങ്ങനെയാണ്? മഹാന്മാർ പറയുന്നു, മഹാനായ അലി റളിയല്ലാഹു അൻഹു ധരിക്കുന്നത് കാണാൻ കഴിയും, ഫീ ഖൗലിഹി തആല ഖു അൻഫുസകും വഅഹ്ലീകും നാറ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലിമൂഹും വഅദ്ദിബൂഹും. നിങ്ങൾ മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക, അദബ് പഠിപ്പിച്ചു കൊടുക്കുക. ഇൽമും അദബുണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടികൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരായി മാറുകയുള്ളൂ. അപ്പൊ അറിവുള്ളവരായി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യമാണ് മദ്രസയിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉദ്ദേശിക്കുന്നത്. കേവലം അറിവ് പോരാ, അറിവിന്റെ കൂടെ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അദബ് എന്ന് പറയുന്നത്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസയെ മറ്റുള്ള മദ്രസകളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നത്. കേവലം ഒരു മദ്രസ സംവിധാനമല്ല സമസ്തയുടെ മദ്രസ എന്ന് പറയുന്നത്. സമസ്തയിൽ ആദ്യമായി പഠിപ്പിക്കുന്നതിന് എന്താ? അദബാണ്. അദബില്ലാതെ അറിവുണ്ടായിട്ട് കാര്യമില്ല. അദബുണ്ടാകാനാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മഹാരഥന്മാരെ പണ്ഡിതന്മാർ വളരെ കൃത്യമായിക്കൊണ്ട് ഇക്കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. അറിവിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ അറിവിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ അറിവ് ആ കുട്ടികൾക്ക് ഉപകരിക്കണമെങ്കിൽ അദബുണ്ടായി തീരണം. അദബില്ലാത്ത അറിവിന് ഒരിക്കലും തന്നെ ഉപകാരമുണ്ടാവുകയില്ലെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദബുള്ള, അറിവുള്ള മക്കളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം മദ്രസ സംവിധാനത്തിന് തുടക്കം കുറിച്ചത്. സ്വാഭാവികമായി കൊണ്ട് നമുക്ക് ചോദ്യമുണ്ടാകും, എന്തിനാ കുറെ മദ്രസകൾ ഉണ്ടാകുമ്പോൾ പിന്നീട് സമസ്തക്കൊരു മദ്രസ എന്ന്? ആവശ്യമാണ്. കാരണം ഇവിടെ പഠിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞു, മദ്രസ എന്തിനാ? പരലോകത്ത് നരകത്തിന് രക്ഷപ്പെടാനാണ്. എങ്കിൽ നരകത്തിന് രക്ഷപ്പെടണമെങ്കിൽ അവിടെ പഠിപ്പിക്കപ്പെടുന്ന വിജ്ഞാനം അതിനുപകരിക്കുന്നതായിരിക്കണം. എന്തെങ്കിലും പഠിപ്പിച്ചത് കൊണ്ട് നരകത്തിന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ഒരു കുട്ടിയുടെ അറിവ് അത് പരലോകത്ത് ഉപകരിക്കുന്ന അറിവായി തീരണമെങ്കിൽ ആ അറിവ് അഖീദയിൽ അധിഷ്ഠിതമായിരിക്കണം. ആദർശം ശരിയായിരിക്കണം. ആദർശം ശരിയാകാതെ, വിശ്വാസം ശരിയാകാതെ എന്തെങ്കിലും അറിവ് പഠിപ്പിച്ചാൽ ആ അറിവ് കൊണ്ട് പരലോകത്ത് കുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, നരകത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. നോക്കൂ നിങ്ങൾ, ഇന്ന് മദ്രസയിൽ പഠിപ്പിക്കുന്നത്, നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നതും മറ്റു മദ്രസയിൽ പഠിപ്പിക്കുന്നതും നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ മദ്രസയുടെ ആവശ്യകത നമുക്കൊന്നുകൂടി ബോധ്യപ്പെടുക. വിശ്വാസപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇക്കാലം വരെ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ, അതിന് വിരുദ്ധമായ പല കാര്യങ്ങളുമാണ് ഇന്ന് മറ്റു പല മദ്രസകളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മറ്റു പല മദ്രസകളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ 5 നേരവും അള്ളാഹുവിനോട് ദുആ ചെയ്തൊരു വിഷയമാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ.
പരലോകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, പടച്ചവനെ ഖബർ ശിക്ഷയെ തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇത് 5 നേരവും നമ്മൾ ദുആ ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ വിശ്വാസ വൈകല്യം സംഭവിച്ചു പോയ ചില ആളുകൾ ഇന്ന് പഠിപ്പിക്കുന്നത് എന്താ? ഖബറിൽ ശിക്ഷ തന്നെയില്ല, ഖബറിൽ ശിക്ഷയില്ല. സുബ്ഹാനല്ലാഹ്, ഖബറിൽ ശിക്ഷയില്ല. എവിടേക്കാണ് ഈ സമൂഹത്തെ ഇവർ കൊണ്ടുപോകുന്നത്? നമ്മളൊക്കെ ഇക്കാലം വരെ പഠിച്ചതും പഠിപ്പിച്ചതും ജീവിതത്തിൽ പകർത്തിയതും 5 നേരവും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, ഖബർ ശിക്ഷയെ തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു. എന്നാൽ ഇന്ന് ചില ആളുകൾ പറയുന്നു അങ്ങനെ ശിക്ഷ ഖബറിലില്ല. കഴിഞ്ഞില്ല. ആ ദുആ കഴിഞ്ഞാൽ ആ ദുആയിൽ തന്നെ അതിന്റെ അവസാനത്തിൽ ദുആ ചെയ്യുന്ന ദുആയാണ്, അല്ലാഹുവേ മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലാഹുവേ, ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ടും നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. എന്നാൽ ഇന്ന് ചില ആളുകൾ എന്താ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ചില ആളുകൾ എന്താ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ദജ്ജാലിന്റെ ഫിത്നയില്ലെന്ന് മാത്രമല്ല, ദജ്ജാലിന് സാധനം തന്നെ വരാനില്ല. സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ ആളുകൾ പഠിപ്പിക്കുന്ന ആശയങ്ങളാണ് ഞാൻ പറയുന്നത്. ദജ്ജാൽ എന്ന് പറയുന്ന സാധനം തന്നെ വരാനില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ മക്കളെ ഏതെങ്കിലും മദ്രസയിൽ കൊണ്ടുപോയി ചേർത്തിയാൽ സംഭവിക്കുന്ന പ്രശ്നമാണിത്. ഇക്കാലം വരെ നമ്മൾ പഠിച്ചതിന്റെ വിരുദ്ധമായി കൊണ്ട് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നോക്കൂ നിങ്ങൾ, മഹാരന്മാരായ പണ്ഡിതന്മാരൊക്കെ തീർത്തു പറഞ്ഞ കാര്യമല്ലേ ദജ്ജാൽ വരുമെന്ന്, ഖബറിൽ ശിക്ഷയുണ്ടാകുമെന്ന്. പക്ഷെ ഇവര് പറയുന്നു അങ്ങനെയൊന്നുമില്ല. ഇനിയോ പരലോകത്ത് ചെന്നാൽ നമ്മളൊക്കെ വിശ്വസിക്കുന്ന കാര്യമാണ്, നരകത്തിന്റെ മീതെ ഒരു സിറാത്ത്, ഒരു പാലമുണ്ടെന്ന് പറയുന്നു. എല്ലാരും അംഗീകരിച്ച കാര്യമല്ലേ? പൂർവികരായ പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞ കാര്യമാണ്, നരകത്തിന്റെ മീതെ ഒരു പാലമുണ്ട്, സിറാത്തുണ്ട്, അതിലൂടെ മുഅ്മിനീങ്ങളായ ആളുകൾ കടന്നു പോകുമ്പോ ഇടിമിന്നലിന്റെ വേദിയിൽ വിട്ടുകിടക്കുമെന്നൊക്കെ. എന്നാൽ അതിനെക്കുറിച്ച് ഇന്ന് ഒരു വിഭാഗം ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഒരു പാലുമില്ല, ഖബറിൽ ശിക്ഷയില്ല, ദജ്ജാലുവിന്റെ വരവില്ല, പരലോകത്തേക്ക് നരകത്തിന്റെ മീതെ പാലവുമില്ല. നിങ്ങൾ ചിന്തിക്കുക, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി പറയുകയാണ്, നരകത്തിന്റെ മീതെ ഒരു സിറാത്തുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഞാനും എന്റെ സമുദായമായിരിക്കും ആ സിറാത്തിലൂടെ ആദ്യമായി കടന്നു പോകുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഇന്ന് ചില ആളുകൾ പറയുന്നു അങ്ങനെ സിറാത്ത് തന്നെയില്ല. ഞാൻ ഏതാനും ചില ഉദാഹരണങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇനി കർമ്മപരമായ കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. കർമ്മപരമായ കാര്യങ്ങൾ, ഒരു കുട്ടി ജനിച്ചാൽ, ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇക്കാലം വരെ പഠിച്ചത് എന്താ? കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേരക്കുട്ടിയായിക്കൊണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുണ്ടായപ്പോൾ ഹദീസിന്റെ കിതാബുകൾ കാണാം, ഫഅദ്ദന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹുവിന്റെ ഫീ ഉദ്നിഹിൽ യുംന, വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുത്തു, ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്തു. വലദീവിൽ ബാങ്ക് കൊടുത്തു, ഇടദീവിൽ ഇഖാമത്തും കൊടുത്തു എന്ന് കൃത്യമായി കൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതായി ഹദീസിന്റെ കിതാബുകൾ രേഖപ്പെടുത്തുമ്പോ, എന്ന് ചില ആളുകൾ പറയുന്നു അങ്ങനെ ബാങ്കും കൊടുക്കണ്ട, ഇഖാമത്തും കൊടുക്കണ്ട. നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ മക്കളെ എവിടെ നമ്മൾ പറഞ്ഞയക്കണം? ഏത് മദ്രസയിൽ പഠിപ്പിക്കണം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ മക്കളുടെ വിശ്വാസവും അവരുടെ കർമ്മവും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് മദ്രസ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തിന് നമ്മൾ ചോദിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മുടെ ആദർശ പ്രതിബദ്ധതയുള്ളതായിരിക്കണം നമ്മുടെ മദ്രസകൾ എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ട്? മദ്രസ എന്ന് പറയുമ്പോൾ പരലോകത്ത് രക്ഷപ്പെടാനല്ലേ. പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് രേഖപ്പെടുത്തിക്കൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട്, ആഖിബത്തിന്റെ ഘട്ടത്തിൽ പോലും, മരണസമയത്ത് പോലും ഒരാൾ ആദർശം ശരിയല്ലെങ്കിൽ അവന്റെ ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. ശരിയായ രീതിയിൽ മരിക്കാൻ പോലും, ഈമാൻ കിട്ടി മരിക്കാൻ പോലും കഴിയില്ല. നമ്മൾ ചോദിക്കും, എന്താ വിദേഹത്തിൽ പെട്ടുപോയാൽ, ആദർശം ഒന്ന് വഴിതെറ്റിപ്പോയാൽ എന്താ പ്രശ്നമെന്ന് നമ്മൾ ചോദിക്കും. മഹാന്മാര് പറയുന്നു, ആദർശം മാറിക്കഴിഞ്ഞാൽ,
വിശ്വാസത്തിൽ വൈകല്യം വന്നു കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. എന്നാൽ ആദർശം ക്ലിയർ ആയാലോ? കണ്ടല്ലേ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് വഫാത്തായത്? എത്ര നല്ല മരണമായിരുന്നു ഗസാലി ഇമാമിന്റെ. എന്തിന് ശൈഖുനാ ശംസുല്ലമായി EK ഉസ്താദ് റബ്ബറല്ലാഹു മർക്കദ അവിടുന്ന് എങ്ങനെയാണ് വഫാത്തായത്? വഫാത്തിന്റെ വേളയിൽ എല്ലാവരും കേൾക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ടല്ലേ ശൈഖുനാ ശംസുല്ലമായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അതിനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മരിക്കുന്ന സമയത്ത് നല്ലൊരു മരണം കിട്ടണം, ആക്കിബത്ത് നന്നായി മരിക്കണം. ആക്കിബത്ത് നന്നായി മരിക്കണമെങ്കിൽ മഹാന്മാര് പറയുന്നു അത് ഇല്ലാ മനിസ്തഖാമ ലഹ്റുഹു വബത്നുഹു, അവന്റെ പുറവും അകവും അഖീദയും കർമ്മവും ഒക്കെ ശരിയാകുമ്പോൾ മാത്രമാണ് ആക്കിബത്ത് നന്നായി മരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അവന്റെ മരണസമയം മോശമായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇനി പരലോകത്ത് ചെല്ലുമ്പോഴോ, പരലോകത്ത് മഹ്ശറയിൽ സൂര്യൻ ചൂട് തുപ്പിക്കൊണ്ടിരിക്കുന്ന അതിഭയാനകരമായ സാഹചര്യത്തിൽ ആ സമയത്ത് നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്നതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് എന്ന് പറയുന്നത്. ആ ശഫാഅത്ത് കിട്ടുന്നവർ നേരെ സ്വർഗ്ഗത്തിലേക്ക് പോകും. എന്നാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഹല്ലത്ത് ശഫാഅത്തി ലിഉമ്മത്തി ഇല്ലാ ലിസാഹിബി ബിദ്അ, എന്റെ ശഫാഅത്ത് എന്റെ ഉമ്മത്തിന് മുഴുവൻ ലഭിക്കും, പക്ഷേ ഇല്ലാ ലിസാഹിബി ബിദ്അ. ഒരാൾ പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയാൽ, ഒരാൾ പുത്തൻ ആശയത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ, അവന്റെ ആദർശത്തിന് വൈകല്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ആദർശത്തിൽ കുറവ് വന്നു കഴിഞ്ഞാൽ, ആദർശം നഷ്ടപ്പെട്ട് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അവനിക്ക് എന്റെ ശഫാഅത്ത് ലഭിക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമറാക്കളെ, അഭിമന്യരായ ഉസ്താദുമാരെ, ഇത് ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് എന്ന് പറയുന്നത്. അത് ലഭിക്കണമെങ്കിൽ കൃത്യമായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം, ആദർശം ശരിയായ റൂട്ടിലൂടെ നമ്മൾ പോകണം. ഇനിയോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ മഹ്ശറയിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അനഫറതുകും മിൻദൽ ഹൗൽ, ഞാൻ ഹൗലിന്റെ അരികിൽ, ഹൗലുൽ കൗസറിന്റെ അരികിൽ നിങ്ങളെ ഞാൻ കാത്തിരിക്കുമെന്നാണ്. മഹ്ശറിൽ സൂര്യൻ ചൂട് തുപ്പുന്ന സമയത്ത്, നമ്മൾ ഞെട്ടോട്ടമോടുന്ന സമയത്ത്, അവിടുത്തെ തിരുകരങ്ങളെ കൊണ്ട് വെള്ളം വാരിക്കോരി കൊടുക്കുമ്പോൾ അത് വാങ്ങിക്കുടിക്കാനുള്ള ആർത്തിയോടെ നമ്മൾ ചെല്ലുന്ന സമയം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അത് വാങ്ങിക്കുടിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിക്കില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിക്കില്ലേ? നാളെ മരണപ്പെട്ട അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ തിരുകരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിലെ വെള്ളം വാങ്ങിക്കുടിക്കാൻ നമുക്ക് കഴിയണം. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ആ വെള്ളം ഞാൻ വാരിക്കോരി കൊടുക്കുന്ന സമയത്ത് ഒത്തനാശയക്കാർ അവിടെ വരും വെള്ളത്തിന്. അവിടുന്ന് റസൂലുള്ളാഹി പറയുന്ന ഒരു വാക്കുണ്ട്, സുഹ്കൻ സുഹ്കാ, സുഹ്കൻ സുഹ്കാ. ഈ ഉമ്മത്തിൽ പുത്തനാശയം കൊണ്ടുവന്ന ആളുകൾ അവർക്കൊരിക്കലും എന്റെ വെള്ളം ലഭിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ അവരെ മടക്കി വിടുകയാണ്. ഈ ഉമ്മത്തിൽ ബിദ്അത്തുമായി കടന്നു വന്ന ആളുകൾ, ഉമ്മത്തിന്റെ ആദർശത്തിന് വൈകല്യം വരുത്ത ആളുകൾ, അവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിലെ വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഇങ്ങനെ സമസ്തക്കൊരു മദ്രസ വേണം. കുട്ടികൾ ഒരിക്കലും തന്നെ ആദർശം വഴിതെറ്റിപ്പോയിക്കൂടാ. ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ചില്ലറക്കാരനല്ല, സാധാരണക്കാരനല്ല. അള്ളാഹു ഇവിടുത്തെ കബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അവരോടുകൂടെ സ്വർഗത്തിൽ കിടക്കാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ഓരോ മദ്രസയെ പ്രതിനിധീകരിച്ചു കൊള്ളുന്നവരോട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ മദ്രസകളൊക്കെ നമ്മൾ ശക്തിപ്പെടുത്തുക. ഇവിടെ ഉമറാക്കൾ അൽഹംദുലില്ലാഹ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇത്ര നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാൻ ഇവിടെ നേതൃത്വം നൽകിയ അഭിമന്യരായ ഉമറാക്കൾ, അതിനുവേണ്ടി ദിവസങ്ങളോളം കഷ്ടപ്പെട്ടവർ, നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നാസർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് ആലിമീങ്ങളുണ്ട്, ഉമറാക്കൾ തോളോട് തോളൊരുമിക്കൊണ്ട് അങ്ങനെ തന്നെയായിരിക്കണം നമ്മൾ പോകേണ്ടത്. ഒത്തൊരുമിച്ച് നിൽക്കണം. ഒരു നിലക്കുള്ള ഭിന്നിപ്പിന്റെ സ്വരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. വളരെ ഐക്യത്തോടെ നിന്നുകൊണ്ട്, ഒരു മനസ്സോടെ നിന്നുകൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് വിപ്ലവങ്ങൾ, നേരത്തെ ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചല്ലോ, വിദേശ രാജ്യങ്ങളിൽ എവിടെയും കാണാത്ത വിധം ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലാണ് കേരളത്തിൽ പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ മദ്രസ സംവിധാനം നടക്കുന്നതെന്ന് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞില്ലേ. ഇനിയും നമുക്ക് ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്.
നമ്മളെല്ലാം തികഞ്ഞവരല്ല, ഒരുപാട് ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതൊക്കെ മാറ്റിവെച്ച്, പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ഒത്തൊരുമിച്ച് നിന്ന് ഈ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ പരലോക നന്മയ്ക്ക് വേണ്ടി